ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ നോക്കി നമ്മളെല്ലാവരും വീട്ടിലേക്ക് നമ്മുടെ ക്ലാസ്സസ് ആയാലും ശരി അല്ലെങ്കിൽ നമ്മുടെ ജോലി ശരി എല്ലാം വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നോക്കി എല്ലാം ഓൺലൈൻ ക്ലാസ്സും വർക്ക് ഫ്രം ഹോം. ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു നല്ല PC വേണമല്ലോ. നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ വളരെ കഷ്ടമാണ്. അതിന് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 30,000 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ 30,000 ബഡ്ജറ്റിൽ എങ്ങനെ ഒരു സൂപ്പർ PC ബിൽഡ് ആക്കാൻ അതിനുവേണ്ടി കോമ്പണൻസ് എന്തൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് വീഡിയോ മിസ്സായി ഫുള്ളായിട്ട് കാണുക. എൻ്റെ പേരിൽ ഇന്നോവേഷൻ, നിങ്ങൾ കണ്ടുകൊണ്ടെങ്കിൽ LSTECH മലയാളം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം പ്രോസസ്സറിൽ നിന്നാണ് തുടങ്ങും. പ്രോസസ്സറിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്തത് AMD പ്രോസസ്സറാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരാൻ എന്താ ഇൻറ്റൽ എടുക്കാതെ AMD എടുത്തതെന്ന്. നമ്മുടെ ബഡ്ജറ്റ് 30,000 ആയിക്കൊണ്ട് ഇൻറ്റൽ എടുക്കുവാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് കൂടി പോകും. കാരണം നമ്മൾ ഇൻറ്റൽ എടുക്കുവാണെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് അഡീഷണൽ ആയിട്ട് വെക്കേണ്ടി വരും. ഞാൻ ഇവിടെ AMD ചൂസ് ആയിക്കൊണ്ട് ഈ പ്രോസസ്സറിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ചൂസ് ആക്കിയ പ്രോസസ്സർ ഏതാണെന്ന് വെച്ചാൽ AMD Ryzen 3200G ആണ്. ഇതിൻ്റെ 4 കോർ പ്രോസസ്സറാണ്. ഇതിൻ്റെ സ്പീഡ് നോക്കിയാൽ 3.6 GHz ക്ലോക്ക് സ്പീഡാണ്. നിങ്ങളിപ്പം ഇതിനകത്ത് ഇൻബിൽഡായിട്ട് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ റേഡിയൻ വേഗ 8 ആണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഇൻബിൽഡായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് PUBG എമുലേറ്ററോ അല്ലെങ്കിൽ GTA ഒക്കെ അത്യാവശ്യം നല്ലപോലെ കളിക്കാം മീഡിയം ഗ്രാഫിക്സിനകത്ത്. നമ്മുടെ ഈ ബോക്സിനകത്ത് തന്നെ ബോക്സിൻ്റെ കൂടെ തന്നെ ഒരു കൂളിംഗ് ഫാനും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അതും തന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ പ്രോസസ്സർ ഞാൻ ചൂസ് ആക്കിയത്. അടുത്ത മദർ ബോർഡിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് Asus Prime 320 MK മദർ ബോർഡാണ്. ഇതിൽ നിങ്ങൾക്ക് AMDൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് കോർ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് 2 DDR4 RAM സ്ലോട്ട്സ് ഉണ്ട്. ഇതിൽ മാക്സിമം 32 GB RAM വരെ എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡ് വെക്കാൻ അതിനൊരു സ്ലോട്ട് ഉണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ലോട്ട്സും ഇതിനകത്ത്. നിങ്ങൾക്ക് നോക്കിയെങ്കിൽ ഇതിനകത്ത് മൗസ് ആൻഡ് കീബോർഡ് കണക്ഷൻ ആ സ്ലോട്ട് ഉണ്ട്. VGA പോർട്ട് ഉണ്ട്. ഒരു നല്ല കാര്യം ഇതിനകത്ത് HDMI പോർട്ട്, അത് നല്ല കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് USB 3.1 ആ സപ്പോർട്ടുണ്ട്. പിന്നെ USB 2 സപ്പോർട്ടുണ്ട്. പിന്നെ ലാൻഡ് പോർട്ട് കണക്ട് ചെയ്യാൻ ആ പോർട്ട്സ് ഉണ്ട്. പിന്നെ ഓഡിയോ സ്പീക്കേഴ്സും ഇല്ല മൈക്കും കണക്ട് ചെയ്യാൻ ആ പോർട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നോക്കിയെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി ഓഡിയോ കപ്പാസിറ്റർ യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഓഡിയോ ഔട്ട്പുട്ട് നല്ലപോലെ റിച്ച് ആയിട്ടിരിക്കും, നല്ല കേൾക്കാൻ നല്ല റിച്ച് ആയിട്ടിരിക്കും. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ നോക്കിയാൽ ചെറിയ യെല്ലോ കളർ ലൈൻ പോലെ കാണാം. ഈ ലൈൻ എന്താ വെച്ചാൽ ഇൻബിൽഡ് LED ലൈറ്റിംഗ് ആണ്. നിങ്ങൾ ഈ ബിൽഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പവർ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് കാണാം. അതൊരു നല്ല സൂപ്പർ ഫീച്ചറാണ് ഇതിനകത്ത്. അടുത്ത് നമ്മൾ റാമിലേക്ക് പോകും. റാമിന് വേണ്ടി ഞാൻ ഇവിടെ ചൂസ് ആക്കിയത് Corsair Vengeance LPX 8GB DDR4 റാമാണ്. ഇതിൻ്റെ സ്പീഡ് നോക്കാൻ നിങ്ങൾക്ക് മാക്സിമം 3000 MHz സ്പീഡുണ്ട്. അതേപോലെ ഈ റാമിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഹീറ്റ് സ്പ്രെഡർ നോക്കുകയാണെങ്കിൽ പ്യുവർ അലുമിനിയം കൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഹീറ്റൊന്നും നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഹീറ്റൊക്കെ പുറത്തേക്ക് പോകും. അടുത്ത സ്റ്റോറേജിന് വേണ്ടി ഞാൻ ചൂസ് ആക്കി SSD ആണ്. നിങ്ങൾ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ SSD ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് നല്ലപോലെ ബൂസ്റ്റായി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ SSD എടുത്തത്. നമ്മളെടുത്ത് SSD ആണ് നോക്കിയാൽ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ 120 GB SSD ആണ്. ഇതിൻ്റെ ഡൈമെൻഷൻ നോക്കുകയാണെങ്കിൽ 2.5 ഇഞ്ചാണ് ഡൈമെൻഷന്. നിങ്ങളുടെ വിൻഡോസ് ഒക്കെ ഇപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് ഒക്കെ പെട്ടെന്ന് ബൂട്ടപ്പ് ആയി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ SSD എടുത്തത്. അഡീഷണൽ സ്റ്റോറേജിന് വേണ്ടി നമ്മളിവിടെ ഒരു 1 TB ഹാർഡ് ഡ്രൈവ് വെക്കുന്നുണ്ട്. നമ്മളിവിടെ വെക്കുന്ന ഹാർഡ് ഡ്രൈവിൻ്റെ ബ്രാൻഡ് അത് നോക്കിയാൽ Seagate ആണ്. ഈ ഹാർഡ് ഡ്രൈവിൻ്റെ ഡൈമെൻഷൻ നോക്കിയാൽ 3.5 ഇഞ്ചാണ് ഈ ഹാർഡ് ഡ്രൈവിൻ്റെ ഡൈമെൻഷൻ. നമ്മുടെ CPU ക്ക് പവർ കൊടുക്കണമല്ലോ. ഇവിടെ ഞാൻ ചൂസ് ആക്കി പവർ സപ്ലൈ ഏതാണെന്ന് വെച്ചാൽ Corsair VS 550 volt പവർ സപ്ലൈ ആണ്. നിങ്ങളിപ്പോൾ ഫ്യൂച്ചർ നിങ്ങളുടെ CPU അപ്ഗ്രേഡ് ചെയ്യാമല്ലോ, നിങ്ങൾ പവർ സപ്ലൈ മാറ്റേണ്ട കാര്യമില്ല. കാരണം ഈ പവർ സപ്ലൈ നിങ്ങൾക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് ഈ പവർ സപ്ലൈ ഞാൻ ചൂസ് ആക്കിയത്. അടുത്ത ക്യാബിനറ്റിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് ചിപ്ട്രോണിക്സ് പ്ലൈനാണ്. ഇതൊരു മിഡ് റേഞ്ച് RGB ഗെയിമിംഗ് ക്യാബിനറ്റാണ്. ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ATX ആൻഡ് മിനി ATX ഈ 2 മദർ ബോർഡ് സപ്പോർട്ടാക്കും. അതേപോലെ ഇതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പവർ ബട്ടൺ കാണാം. അതേപോലെ RGB ലൈറ്റിംഗ് കൺട്രോൾ ചെയ്ത സെപ്പറേറ്റ് ബട്ടൺ കാണാം. പിന്നെ USB 3.0 പോർട്ട് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഡയമണ്ട് ഷേപ്പ് കട്ട് കാണാം. ഈ കട്ടി കൂടെ നമ്മുടെ RGB ലൈറ്റിങ്ങിന് ഫ്ലോ ആയി പോകുന്ന കാണാം. അതേപോലെ പുറകെ നോക്കിയെങ്കിൽ നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരു RGB ഫാനും ഉണ്ട്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കവേർഡാണ്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടെമ്പർഡ് ഗ്ലാസ് ആണ്. നിങ്ങളുടെ അകത്തുള്ള മദർ ബോർഡൊക്കെ നല്ലപോലെ പുറത്ത് കാണാം. നിങ്ങളൊരു ഗെയിമറാണെങ്കിൽ ഈ ക്യാബിനറ്റ് യൂസ് ആക്കി നിങ്ങളുടെ ഗെയിമിംഗ് ടേബിളൊക്കെ നല്ലപോലെ സ്പൈസപ്പ് ആയി കിട്ടും. കാരണം കുറഞ്ഞ റേറ്റിൽ ഇത്രയും നല്ല ക്യാബിനറ്റ് കിട്ടുമെന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ മൾട്ടിപർപ്പസിന് വേണ്ടിയുള്ള PC ബിൽഡിന് കോമ്പണൻസ് എല്ലാം ഇപ്പോൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ ബിൽഡ് ആക്കണം അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കി ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ ബിൽഡ് ആക്കാം. ഇടയ്ക്ക് എവിടെ നിങ്ങൾ സ്റ്റക്ക് ആയി എന്നോട് കമൻറ്റ് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഈ PC വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോഷോപ്പും ചെയ്യാം. അതേപോലെ PUBG PC GTA 5 ഒക്കെ നിങ്ങൾക്ക് മീഡിയം സെറ്റിങ്സിൽ നല്ല സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ടല്ല പറയും, ഞാൻ അറിയടുത്ത പോലെ റിവ്യൂ ഒക്കെ നോക്കി കളക്റ്റാക്കി വെച്ച വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലായിടത്തുള്ള റിവ്യൂ ഒക്കെ ഞാൻ നോക്കി വെച്ചാൽ പറയുന്നത്. ഞാൻ സ്വന്തമായിട്ടൊന്നും പറയുന്നത്, നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട.
സോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന മുമ്പ് നമ്മുടെ LSTECH വകയായിട്ട് 2 സ്പെഷ്യൽ പ്രോഡക്റ്റ് ഞാൻ പറയുന്നുണ്ട്, അതുകൂടെ നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമിംഗ് സ്പീക്കറാണ്. ഇതൊരു നോർമൽ സ്പീക്കർ, ഇത് RGB ഗെയിമിംഗ് സ്പീക്കറാണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു RGB ഗെയിമിംഗ് സ്പീക്കറാണ്. ലൈവ് ടെക് പറഞ്ഞ ഒരു കമ്പനിയുടെ കയ്യിലാണ്. സോ ഇത് നിങ്ങളുടെ ഗെയിമിംഗ് ടേബിളിൽ വെക്കാം. നിങ്ങളുടെ ഗെയിമിംഗ് ടേബിളിൽ ഒരു സ്പൈസ് അപ്പ് നല്ലപോലെ കിട്ടും. അതിനുവേണ്ടി ഈ പ്രോഡക്റ്റ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. സോ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്താ വെച്ചാൽ ഒരു കീബോർഡ് ആൻഡ് മൗസ് ആണ്. ഇതൊരു RGB ഗെയിമിംഗ് കീബോർഡ് ആൻഡ് മൗസ് ആണ്. സെബ്രോണിക്സ് കമ്പനിയുടെ കയ്യിലാണ്. സോ ഇത് സെബ്രോണിക്സ് എനിക്ക് എല്ലാവരും നല്ലൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ കയ്യിൽ കിട്ടിയ ഒരു നല്ലൊരു കീബോർഡ് ആൻഡ് മൗസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ മൗസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ട്രാൻസ്ഫോമർ പടത്തിൽ കാണാം, ആ മുഖം കാണാം, ഈ ട്രാൻസ്ഫോമർ ബൊമ്മയുടെ മുഖം കാണാം. സോ അത്രയും നല്ല ലുക്കുണ്ട്. നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നല്ലപോലെ ഇത് നല്ലപോലെ സ്പൈസപ്പ് ആക്കി കിട്ടും. അത്രയും നല്ലതാണ്. നിങ്ങളുടെ നമ്മുടെ ഈ PC കിട്ടും, അതേപോലെ നമ്മുടെ സ്പീക്കറും ഈ കീബോർഡ് മൗസൊക്കെ വെച്ച് നമ്മുടെ ഗെയിമിംഗ് ആ ടേബിൾ കണ്ട ഒരു പ്രത്യേക ലുക്കായിരിക്കും ഗൈസ്. സോ അടുത്ത മോണിറ്റർ നിറയെ മോണിറ്റർ ഉണ്ട്, എല്ലാം ഓരോരോ റേറ്റിലാണ്. സോ നിങ്ങൾ മോണിറ്ററിൻ്റെ ചോയ്സ് നിങ്ങളുടെ കൈ വിടുക. നിങ്ങൾ ഒരു നല്ല ബഡ്ജറ്റ് നോക്കി വാങ്ങിക്കണം. എൻ്റെ സജഷൻ ഞാൻ പറയാം, നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഫുൾ HD ഡിസ്പ്ലേ മോണിറ്റർ മാത്രം വാങ്ങിക്കാവും, SD വാങ്ങിക്കല്ല. കാരണം നിങ്ങൾ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ആക്കുകയാണെങ്കിൽ ഫുൾ HD നിങ്ങൾക്ക് പിന്നെ മോണിറ്റർ മാറ്റേണ്ട കാര്യമില്ല. HD ആണെങ്കിൽ നിങ്ങൾ കൺഫേമായിട്ട് പിന്നെ മാറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഫുൾ HD വാങ്ങിക്കാൻ നല്ലത്. അതേപോലെ നമ്മുടെ PC ബിൽഡ് കംപ്ലീറ്റ് ആണെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾ ASUS ബ്രാൻഡിൻ്റെ ഒരു മോണിറ്റർ വാങ്ങിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതുതന്നെ വാങ്ങിക്കാം, ഞാൻ ജസ്റ്റ് ഒരു സജഷനെ പറയാം ASUS ബ്രാൻഡ്. കാരണം അപ്പോൾ നമ്മുടെ PC ബിൽഡ് ഓവറോൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ PC ബിൽഡിൻ്റെ വീഡിയോ. ഞാൻ പറഞ്ഞ എല്ലാ സാധനത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കാം. അതേപോലെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും സ്റ്റക്കായെങ്കിൽ എന്നോട് കമൻറ്റ് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്യുക. ഇതേപോലെ നിറയെ ടെക് റിലേറ്റഡ് വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.